വയനാട് പനമരത്ത് ഷോക്കേറ്റ് ചെരിഞ്ഞ കാട്ടാനയെ മാറ്റാൻ ക്രെയിൻ എത്തിച്ചിട്ടുണ്ട്. ജഡം മാറ്റാനുള്ള നടപടികൾ തുടരുകയാണ്. അമ്മാനി വനമേഖലയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്താനാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ തീരുമാനം. സുർജിത്ത് അയ്യപ്പത് അവിടെ നിന്ന് വിവരങ്ങളുമായുണ്ട്. സുർജിത്ത്, ആനയുടെ ജഡം ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, ഇപ്പോൾ ജഡം ഉയർത്തുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വടം കെട്ടിയിട്ടുണ്ട്. വടം ഈ ആനയുടെ ജഡവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അത് പതുക്കെ ഉയർത്തി നേരെ ലോറിയിലേക്ക് കയറ്റി ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. DFO ഷജ്ന കരീം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വയനാട് സൗത്ത് DFO അവരുടെ നേതൃത്വത്തിലാണ്. അവരോടൊപ്പം തന്നെ ഈ RO റേഞ്ച് ഓഫീസർ ആഷിഖും സ്ഥലത്ത് നേരത്തെ തന്നെ എത്തിയിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ വടം കെട്ടിയ ശേഷം അതിനെ ഉയർത്തി നേരെ ലോറിയിലേക്ക് മാറ്റാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഈ തോട്ടത്തിൽ ഉണ്ടായത്. ഈ ആന സ്ഥിരമായി ഇറങ്ങുന്ന മേഖലയാണ്, പ്രത്യേകിച്ച് ദാസനക്കര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇതിനടുത്താണ്. ഇവിടെ സ്ഥിരമായി ആനകളുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ഈ വന്യജീവി മനുഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന മേഖലയാണ്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്ത് കൃഷിയൊന്നും ഒരു തരത്തിലും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് ആളുകളെ സംബന്ധിച്ച്. ഇത്തരത്തിൽ ആനയായും മറ്റ് വന്യമൃഗങ്ങളായും അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ മേഖലയിലുള്ളത്. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഇന്ന് പുലർച്ചെ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ ജയരാജൻ്റെ വീടിനോട് ചേർന്നുള്ള തോട്ടത്തിൽ ഈ ആന എത്തുകയും ഇത് ഒരു തെങ്ങ് മറിച്ചിടാൻ ശ്രമിക്കുകയുമായിരുന്നു. അതിന് തൊട്ട് അടുത്തുകൂടി തന്നെ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നുണ്ടായിരുന്നു. ആ വൈദ്യുതി ലൈനിലേക്ക് ഈ മറിച്ചിട്ട തെങ്ങ് പൊട്ടി വീണു. അങ്ങനെ ആ ലൈൻ ശരീരത്തിൽ സ്പർശിച്ചതോടെ ഷോക്കേറ്റുകൊണ്ടാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. വീടിൻ്റെ ഏതാണ്ട് ഒരു മീറ്ററുകൾ മാത്രം, ഒരു 5 മീറ്റർ മാത്രം താഴെ ആണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് തൊട്ട് അതിനോട് ചേർന്ന് തന്നെയാണ്, വീടിൻ്റെ മുറ്റത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ ജഡം ഉയർത്തുന്ന ആ ഒരു നടപടിയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അത് പതുക്കെ ജഡം ഉയർത്തുകയാണ്. ആ ദൃശ്യമാണിപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വടം കെട്ടി ആനയെ ഈ ബന്ധിപ്പിച്ച്, അതായത് ആനയുടെ ജഡവുമായി ബന്ധിപ്പിച്ച് അത് പതുക്കെ പൊക്കിയെടുത്ത് നേരെ ലോറിയിലേക്ക് മാറ്റിയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോവുക. അമ്മാനി വനമേഖലയിലേക്കാണ് ആനയെ കൊണ്ടുപോകുന്നത്. അമ്മാനി വനമേഖലയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനുശേഷം ഒരുപക്ഷെ സാധാരണ ഈ കഴുകനെല്ലാം തന്നെ ഇട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് ഈ ആനയുടെ ജഡമെല്ലാം തന്നെ കഴുകന് തീറ്റയായിട്ട് കൊടുക്കുന്നൊരു രീതിയാണ് സാധാരണ വനംവകുപ്പ് അവലംബിക്കാറുള്ളത്. നേരത്തെ ഈ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞപ്പോഴെല്ലാം തന്നെ അത്തരത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. കാട്ടിൽ അങ്ങനെ അത് കാട്ടിൽ ഉപേക്ഷിക്കുന്ന പതിവാണുള്ളത്. ഒരുപക്ഷെ ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തത ഇനിയും വന്നിട്ടില്ല. അവിടെ നിന്നും ജഡം മറ്റൊരിടത്തേക്ക് എവിടേക്കും കൊണ്ടുപോകുന്നുണ്ടോ, അതോ അമ്മാനി ആ വനമേഖലയിൽ തന്നെ സംസ്കരിക്കുകയാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. DFO ഷജ്ന കരീം അടക്കമുള്ളവർ ഇവിടെയുണ്ട്. അവർ ഇതിനുശേഷം പ്രതികരിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും പതുക്കെ ഇത് ആനയെ ജഡം ഉയർത്താനുള്ള ശ്രമമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നേരത്തെ ഈ പുൽപ്പള്ളി മേഖലയിൽ നിന്നാണ് ഇപ്പോൾ ഇത് എത്തിച്ചിട്ടുള്ളത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ്. എന്തായാലും പതുക്കെ അത് ഈ ആനയുടെ ജഡവുമായി ബന്ധിപ്പിച്ച് അത് പതുക്കെ ഉയർത്തി കൊണ്ടുവന്ന് നേരെ ലോറിയിലേക്ക് മാറ്റും. ലോറിയിലേക്ക് മാറ്റിയ ശേഷം ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ വളരെ ദാരുണമായ ഒരു സംഭവം ഇവിടെ ഉണ്ടായത്. ആളുകളെ സംബന്ധിച്ച്, ഈ മേഖലയിലുള്ളവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തെ വലിയ രീതിയിൽ ഈ വന്യമൃഗശല്യം ബാധിക്കുന്നുണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പലപ്പോഴും ഈ ഫെൻസിങ് ഉൾപ്പെടെയുള്ള വല്ലാത്തൊരു സൗകര്യങ്ങളുടെ അപര്യാപ്തത ഇവിടെയുണ്ട്. ഫെൻസിങ് അടക്കമുള്ള ഇത് കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് നടപ്പാക്കാൻ പൂർണ്ണമായും കഴിയുന്നില്ല എന്നുള്ള ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വനമേഖലയിൽ നിന്ന് ധാരാളം വന്യമൃഗങ്ങൾ, ഈ ആന മാത്രമല്ല മറ്റ് വന്യമൃഗങ്ങളും ഈ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരെല്ലാം തന്നെ പരാതിപ്പെടുന്നത്. അവർ ഇവിടെ വന്നപ്പോൾ ആദ്യ പ്രതികരണം പോലും അത്തരത്തിലുള്ള പ്രതികരണമായിരുന്നു. അങ്ങനെ ഒരു വലിയ രീതിയിലുള്ളൊരു ദുരിതമയമായ ജീവിതം തന്നെയാണ് ഇവരെ സംബന്ധിച്ച് വന്യജീവികളുടെ ശല്യം കാരണം ഉള്ളത് എന്നുള്ളത് തന്നെ ഇവർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു കൃഷി ഇറക്കിയാൽ അപ്പോൾ തന്നെ അത് ഇത്തരത്തിലുള്ള ആനകളും മറ്റ് ജീവികളും, അതായത് കാട്ടുപന്നിയും മാനും എല്ലാം തന്നെ ഇറങ്ങി അത് നശിപ്പിക്കുന്ന രീതിയാണ് കാണുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ശരി സുർജിത്ത്, ഒരു ചെറിയ ഇടവേള എടുത്ത ശേഷം തിരികെ വരാം സുർജിത്ത്. ഈ കാഴ്ചയിലേക്ക്, ഈ ദൃശ്യങ്ങളിലേക്ക്
വയനാട് പനമരത്താണ് ഷോക്കേറ്റ് ചെരിഞ്ഞ കാട്ടാനയെ മാറ്റാൻ വേണ്ടി ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ചുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ജഡം മാറ്റാനുള്ള നടപടികൾ തുടരുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അമ്മാനി വനമേഖലയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്താനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.